പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ഒരു ആത്മീയ രഹസ്യമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ആ ജനത്തെ മോചിപ്പിക്കുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുക്കും നേതാവായി. അപ്പോൾ മോശ ദൈവത്തോട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ബൈബിളും തുറന്നേ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-14 തിരുവചനം. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് നമുക്ക് ഗുണം ചെയ്യും. പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 13-14 തിരുവചനം. മോശ ദൈവത്തോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. 13-ാം വചനം ഒന്ന് വായിച്ചാലോ? മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്താണ് എന്നവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? കണ്ടോ, ദൈവമേ അങ്ങയുടെ പേരെന്താണ്? ദൈവമേ അങ്ങയുടെ പേരെന്താണ്? പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ഇസ്രായേൽക്കാരുടെ അടുക്കലേക്ക് പോകാം. പക്ഷെ അവർ ചോദിക്കുവാണ്, എന്താണ് പേരെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? എന്താണ് പേര്? ഉടനെ ഒരു മറുപടിയുണ്ട്. ആ വചനം ഒന്ന് വായിച്ചേ, ഒരു കുഞ്ഞു വചനം വായിച്ചേ. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ ഐ ആം ഹു ഐ ആം. ഞാൻ തന്നെ പറഞ്ഞേ, ഞാൻ തന്നെ ഐ ആം ഹു ഐ ആം. ഞാൻ തന്നെ. ദൈവത്തിന്റെ പേരെന്താണ്? പറഞ്ഞേ. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോശയുടെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. ഇതെന്നാ പേരാ? ഒരു മര്യാദ വേണ്ടേ? ദൈവത്തോട് പേര് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ. മോശയ്ക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഇസ്രായേൽ ജനതയെയും കൊണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ തന്നെ എന്ന് പറഞ്ഞ ദൈവം തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി. പുറപ്പാട് പുസ്തകം 14 ഏതധ്യായം? 14-ന്റെ 14. 14-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതധ്യായം? പറഞ്ഞേ. ചെങ്കടൽ കടക്കുന്നു. ആ വചനം ഒന്ന് വായിച്ച. 14-ാം അധ്യായം 14-ാം വചനം പഠിക്കാൻ പറ്റിയ വചനമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ വചനം നിനക്കുള്ള സന്ദേശമാണ്. വായിച്ചോ. 14-ാം അധ്യായം 14-ാം വചനം വായിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പേരെന്തായിരുന്നു? ഞാൻ തന്നെ. പേര് മനസ്സിലായില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ ചെങ്കടൽ പോലെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വണ്ണം, പുറകോട്ട് പോകാൻ പറ്റാത്ത വണ്ണം ഫറവോയുടെ പടയാളികൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകം 14:14 ഉച്ചത്തിൽ പറഞ്ഞ വചനം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞ്, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തരായിരുന്നാൽ മതി. പറഞ്ഞു കൊടുത്തേ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ അടുത്തിരിക്കുന്ന ആളോടൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ആ വ്യക്തി വലിയ ഒരു യുദ്ധത്തിലാണ്. നിനക്കറിയത്തില്ല, ആ വ്യക്തിയുടെ ഇരിപ്പ് കണ്ടാൽ തോന്നത്തില്ല, പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയ യുദ്ധം നടക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നീ ആ വ്യക്തിയുടെ കൈക്ക് പിടിച്ച് പറയുന്നത്. എന്ത് പറഞ്ഞത്? കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ എന്ത് ചെയ്യണം? ശാന്തരായിരുന്നാൽ മതി. ഇസ്രായേൽ ജനത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, മോശയ്ക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. എന്ത്? എൻ്റെ ദൈവം
എൻ്റെ പ്രതിസന്ധികളിൽ വഴി തുറക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, തൊട്ടടുത്ത അധ്യായം 15:26 നമുക്ക് വളരെ പരിചിതമായ ഒരു കുഞ്ഞു വചനം ഉണ്ടല്ലോ. പുറപ്പാട്, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15:26. ഏതാ വചനം? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കണ്ടോ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും രോഗപീഠകളിൽ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിക്കേണ്ട ആദ്യത്തെ കാര്യം, നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് വിശ്വസിച്ചോണം. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇതൊരു വചനമാണ് കേട്ടോ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൊട്ടടുത്ത അധ്യായം 16-ാം അധ്യായം, അതിന്റെ 12-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 16-ാം അധ്യായം 12-ാം തിരുവചനം. 12-ാം തിരുവചനം എന്താണ് വചനം? ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. കണ്ടോ, കർത്താവായ ദൈവമെന്ന് നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കി. എപ്പോഴാണ്? നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്നു, ആകാശത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉത്തരം എന്തെന്നറിയോ? നിനക്ക് വേണ്ടി മന്നായും കാടപ്പക്ഷിയും പ്രൊവൈഡ് ചെയ്യുന്ന, പ്രദാനം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഐ ആം ദ വൺ ഹു പ്രൊവൈഡ്സ്. നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ വലിയ ടെൻഷനിലാണ്. ആരെ ഓർത്തിട്ടാണ്? മക്കളെ ഓർത്തിട്ട്. അഡ്മിഷൻ എന്താവും? അലോട്ട്മെന്റ് വന്നിട്ടില്ല, എന്ത് ചെയ്യും? നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ചോണം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ പഠിപ്പിച്ചു, ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും പേരല്ല, മറിച്ച് ഒരു സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും കൃത്യമായി വ്യക്തമായി ഇടപെടുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയ്ക്ക് മനസ്സിലായില്ല ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പേരിന്റെ അർത്ഥം. പക്ഷേ പിന്നീടുള്ള ജീവിതയാത്രയിൽ സ്വഭാവത്തിലൂടെ ഈ പേരിന്റെ അർത്ഥം ബോധ്യപ്പെട്ടു. ഇത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ഈശോ നമ്മുടെ മുമ്പിൽ കൃത്യം വ്യക്തമായിട്ട് ഓരോ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പഠിപ്പിച്ചത് എന്താ? നിന്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിലും നിനക്ക് വേണ്ടി മിടിക്കുന്നൊരു ഹൃദയമുണ്ട്. ഞാൻ തന്നെ എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ള ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. വായിച്ചേ, ജോൺ 3:16. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം. അറിയാവുന്ന വചനാണല്ലോ, ഒച്ചത്തി വായിച്ചേ. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയാ. അത്രമേൽ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ആ വാക്ക് പറഞ്ഞേ, സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പുത്രനായ ഈശോയെ നൽകിക്കൊണ്ട് ദൈവം വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പഴയ നിയമത്തിൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നിർത്തിയ ആ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണെന്ന് പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത്, എവിടെയെല്ലാം കുറവുകളുണ്ടോ, എവിടെയെല്ലാം കണ്ണുനീരുണ്ടോ, എവിടെയെല്ലാം വിഷമങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളുമുണ്ടോ, അവിടെയെല്ലാം ആരെത്തിയിട്ടുണ്ട്? ഈശോ എത്തിയിട്ടുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ കുറവ്, അവിടെ ആരെത്തി? ഈശോ എത്തി. ലൂക്കാസ് വിശേഷം 7-ാം അധ്യായം നമ്മൾ വായിക്കുന്ന നായിമിലെ വിധവ, തൻ്റെ ഏക മകൻ മരിച്ചു. ശവസംസ്കാര യാത്ര മുന്നോട്ട് പോകുമ്പോൾ എതിരെ ആര് വരുന്നു?
ഈശോ വരുന്നു. ഈശോ വന്നിട്ട് ആ വിലാപയാത്രയെ നിർത്തിക്കൊണ്ട് അവിടെ നിർത്തി. ആ വിലാപയാത്രയിൽ കരയുന്ന മനുഷ്യരോടും പ്രത്യേകിച്ച് ആ അമ്മയുടെ അടുക്കെ ചെന്ന് തോളത്ത് പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, കരയണ്ട, കരയണ്ട. കരയേണ്ട എന്ന ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഈശോ പോയോ? ഇല്ല. കരയേണ്ട എന്ന് പറയുക മാത്രമല്ല, മറിച്ച് ആ കരച്ചിൽ അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരം നൽകി ആ മകനെ ഉയർപ്പിച്ചുകൊണ്ടാണ് ഈശോ കടന്നുപോയത് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം, പ്രത്യേകിച്ച് ഈശോ നിനക്ക് നൽകുന്ന വാഗ്ദാനം, നിന്റെ ജീവിതത്തിൽ നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടോ, നിനക്ക് വേണ്ടി മിടിക്കുന്ന സ്നേഹമുള്ള ഹൃദയമുള്ള ദൈവമുണ്ട്. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കിയിട്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കുറിച്ച് വെച്ചത്. ഒന്ന് ബൈബിളും തുറന്ന് വായിച്ചൊരു കുഞ്ഞു വചനം വായിച്ച്. യോഹന്നാന്റെ ലേഖന ഭാഗം 1 John chapter 4 verse 8. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഈ ദൈവത്തെ വ്യക്തമായി വ്യക്തിപരമായി തിരിച്ചറിഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വചനം വായിച്ചാലോ? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു. പറഞ്ഞേ, ഒച്ചത്തി പറഞ്ഞേ, ദൈവം ദൈവം സ്നേഹമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുരിശിൽ വെളിപ്പെട്ടത് ഈ സ്നേഹമാണ്. കുരിശിൽ വെളിപ്പെട്ടത് ഈ സ്നേഹമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ച് പഠിച്ചോണം. പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, പേരെന്താണ്? എന്താണ് പേര്? ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ അർത്ഥം പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ആത്മീയ വളർച്ച. ദൈവത്തിന്റെ പേര്, ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ്. കുരിശിൽ കടന്നുകൊണ്ട് നിനക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും നിന്നെ വിശുദ്ധീകരിക്കുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന ഏതെല്ലാം സങ്കടങ്ങളും ഭാരങ്ങളും സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി മിടിക്കുന്ന, സൗഖ്യപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, തിരുഹൃദയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഒച്ചത്തി പ്രാർത്ഥിച്ചേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ചോ കേട്ടോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ, ഒത്തതാക്കി അരുളണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത്, കുരിശിൽ കിടക്കുന്ന ഈശോ നിന്നെയാണ് നോക്കുന്നത്. നീ ഇന്ന് കടന്നു പോകുന്ന നിന്റെ സങ്കടത്തെ, നിന്റെ ഭാരത്തെ ഈശോയ്ക്ക് മനസ്സിലാകും. ഈശോയ്ക്ക് മാത്രമേ മനസ്സിലാവൂ. നീ ഒരു പക്ഷെ ചിന്തിക്കുന്നു, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ കഴിയുന്നല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആർക്കായി എന്നെ മനസ്സിലാവുന്നത്? എന്നാൽ നിന്നെ മനസ്സിലാവുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നോട് പറയുന്നു, മകനെ, മകളെ, നീ വിഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട. എൻ്റെ പ്രിയരെ, നമ്മുടെ വിഷമങ്ങളെല്ലാം ആ തിരുഹൃദയത്തിങ്കിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങേ ഹൃദയത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും എന്നെ വിശുദ്ധീകരിക്കട്ടെ. തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ഒരു മെഴുതിരിനാളം പോലെ കർത്താവേ ഞാനും സമർപ്പിക്കുന്നു. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. ഓരോരുത്തരുടെ ഹൃദയത്തിലെ വിഷമങ്ങളെല്ലാം സമർപ്പിച്ചോ. ഈ ഗാനത്തിൻ്റെ വരികൾ കേൾക്കുമ്പോൾ നീ ഈശോയോട് പറയണം, ഈശോയെ, എൻ്റെ ജീവിതമാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഇതൊരു സൗഖ്യ ശുശ്രൂഷയാണ്. നിന്റെ മേൽ കർത്താവ് ഇടപെടുന്ന സമയമാണ്. ഇതാ ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും നിന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ ഗാനത്തിൻ്റെ വരികൾ ചേർന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കട്ടെ. തിരുഹൃദയത്തിൻ മുൻപിൽ
ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ യേശുവേ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളും യേശുവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്നെ തന്നെ സമർപ്പിച്ചു. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ. ഉറക്കമില്ലാതെ വിഷമിക്കുന്നവര്, ഭാരപ്പെടുന്നവര്, വളരെ നിരാശപ്പെട്ടിരിക്കുന്നവര് ഈ ശുശ്രൂഷ സമയത്ത് വലിയ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. ഓർത്തോർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവര്, കുടുംബത്തിൽ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം ജീവിതത്തിൽ വലിയ സങ്കടങ്ങളിൽ കഴിയുന്നവര്, നിന്റെ ഹൃദയത്തിന്റെ ഭാരത്തിന്റെ മുകളിൽ യേശുവിന്റെ ഹൃദയം ഇതാ സൗഖ്യം നൽകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും ചതിയിൽപ്പെട്ടവരും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വണ്ണം ചില ചതിയിൽപ്പെട്ടവര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ സമയത്ത് വിശ്വസിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഭാരമറിയുന്ന ദൈവം നിന്നിൽ അതിശക്തമായി ഇടപെടുന്നു. നീ ഒറ്റപ്പെട്ടവനല്ല, നീ ഒറ്റപ്പെട്ടവളല്ല. നിന്റെ അവസ്ഥ ഈശോയ്ക്കറിയാം. ഏതെങ്കിലും വിഷയത്തിൽ നാണം കെട്ടവര്, അപവാദ ചുഴിയിൽപ്പെട്ടവര്, ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞ ശിരസോടുകൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, ഇതാ ഈ സമയം വിശ്വസിക്കൂ. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നീ അപവാദ ചുഴിയിൽ കിടക്കേണ്ട വ്യക്തിയല്ല, നാണം കെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല. മറിച്ച് നിന്നെ അറിയുന്നൊരു ഹൃദയമുള്ള ദൈവമുണ്ട്. ആ ദൈവം നിന്നോട് പറയുന്നു, എൻ്റെ മകനെ, മകളെ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭാരപ്പെടേണ്ട, നിനക്ക് ജീവനുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകളടച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നീ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരുപക്ഷെ കുടുംബത്തിൽ വല്ലാണ്ട് ഞെരുക്കം, പ്രിയപ്പെട്ട ആളുകൾ എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ കർത്താവ് ഇടപെടുന്നു. സഹോദരി, സഹോദര, കർത്താവ് ഇടപെടുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കപ്പുറത്ത് നിനക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയമുള്ള ദൈവമുണ്ട്. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്നെ അറിയുന്ന ദൈവം, എന്നെ വിശ്വസിക്കുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ ഞാൻ അങ്ങയിൽ വിശ്രമിക്കുന്നു. കർത്താവെ എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം, എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവം, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം, എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം. കർത്താവെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. കർത്താവേ, രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ സഹോദര, സഹോദരി, നീ ആരു തന്നെയാണെങ്കിലും, നീ കരഞ്ഞ ഇടത്ത്, നീ നിന്ദിക്കപ്പെട്ട ഇടത്ത്, നീ ഒറ്റപ്പെട്ട ഇടത്ത്, അവഗണിക്കപ്പെട്ട സ്ഥലത്ത്, ഒരുപക്ഷെ നീ വെറും കറിവേപ്പില പോലെ മാറ്റിയിട്ടപ്പെട്ട സ്ഥലത്ത് കർത്താവ് നിന്നെ ഉയർത്തും. കർത്താവ് നിന്നെ ഉയർത്തും. നീ നിന്നോട് തന്നെ വിശ്വസിക്കുക. എൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ ഭയപ്പെടുകയും വേണ്ട. കാരണം എന്നെ അറിയുന്ന ഹൃദയമുള്ള ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും ചതഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഒരിക്കലും പെട്ടുപോകാൻ, നശിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. കാരണം എന്നെ അറിയുന്ന ഹൃദയമുള്ള ദൈവം എനിക്കുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. വിശ്വസിച്ച് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക. സ്വയം പറയുക, ആമേൻ, ആമേൻ, ആമേൻ.